അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധ റമദാനിലെ അടുത്ത സാലഡ് ഐറ്റം കാണണ്ടേ? അപ്പോൾ ഇതും ഒരു കളർഫുള്ളായിട്ടുള്ള ഒരു ഐറ്റമാണ്. നമ്മൾ പ്രകൃതിദത്തമായിട്ട് കിട്ടുന്ന സാധനങ്ങളൊക്കെയാണ് കൂടുതൽ ഉപയോഗിക്കുന്നത് കേട്ടോ. ഇത് വാട്ടർമെലൺ, നമ്മുടെ തണ്ണിമത്തങ്ങയാണ് ഈ സാലഡിൽ മെയിനായിട്ട് വരുന്നത്. തണ്ണിമത്തങ്ങ എത്ര ആവശ്യമുണ്ടോ അതിടുക. ഇതിൽ ഞാൻ കുറച്ച് കുരു കളഞ്ഞിട്ടുണ്ട്, പക്ഷേ കുറച്ച് കുരു കളഞ്ഞിട്ടില്ല. കാരണം ഇതൊക്കെ ഒരു നാച്ചുറൽ പ്രൊട്ടക്ഷനാണ്. കുരുവും നമ്മുടെ ഇതിൻ്റെ കൂടെ തിന്നുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ കുറച്ചിതിൽ കുരുവുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ നമ്മൾ ഇടുന്നതെന്ന് പറഞ്ഞാൽ ഫെറ്റാ ചീസ് വാങ്ങി ഇത് ക്യൂബായിട്ട് കട്ട് ചെയ്തത് ഇതിൻ്റെ കൂടെ കുറച്ചിടും. എത്ര വേണം അത്രയും ഇടാം, അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്. പിന്നെ ഇതിന് നമ്മൾ ഇടുന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് ഉപ്പിടും, കുറച്ച് കുരുമുളക് പൊടി ഇടും. ഈ ഉപ്പിടുന്നത് നമ്മുടെ ചീസ് ടേസ്റ്റ് ചെയ്തിട്ട് വേണം ഇടാൻ. ചിലപ്പം ചീസിനകത്ത് കുറച്ച് ഉപ്പുണ്ടെങ്കിൽ ഉപ്പ് കൂടുതലായി പോകരുത്, അതുകൊണ്ട് കുറച്ച് ഉപ്പിട്ടാൽ മതി. ഉപ്പും കുരുമുളക് പൊടിയും ഒക്കെ ഈ വാട്ടർമെലൺ തണ്ണിമത്തന് ഒരു പ്രത്യേക ടേസ്റ്റ് കൊടുക്കും. അതുകൊണ്ടാണ് നമ്മളിത് ഇടുന്നത്. അപ്പോൾ ഇത് കുരുമുളക് വീട്ടിൽ പൊടിച്ച കുരുമുളക് പൊടിയാണ് കേട്ടോ, കുരുമുളക് വാങ്ങി പൊടിച്ചത്. അപ്പോൾ ഇത് കുറച്ചിടുക. ഇനി നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം, ഉപ്പും കുരുമുളകും ഉള്ളത്. അതിനുശേഷം നമ്മുടെ ഒരു ഹരിതവർണ്ണവും കൂടി ഇതിൽ ആഡ് ചെയ്യാം, അതായത് കുറച്ച് മല്ലിയില. വളരെ എളുപ്പമാണ്, വളരെ സ്വാദിഷ്ടമാണ്, നല്ല ആരോഗ്യപരവുമാണ്. എല്ലാവർക്കും ആ സമയത്ത് കുരുമുളകിൻ്റെയും ഉപ്പിൻ്റെയും ഒരു രസം കിട്ടുന്നത് തൊണ്ടയ്ക്കും നാക്കിനും ഒരു വലിയ ഉണർവാണ്. ഒരുപാട് വാട്ടർമെലൺ നോയമ്പിന് ഉപയോഗിക്കുന്നതും വളരെ നല്ലതാണ്, ജലാംശം ഉള്ളതുകൊണ്ട് തന്നെ. അപ്പോൾ ഇത്രയും കളർഫുള്ളായിട്ടുള്ള ഒരു നല്ലൊരു സാലഡ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ എല്ലാവർക്കും റമദാൻ കരീം. തീർച്ചയായിട്ടും ഇതുണ്ടാക്കി നോക്കണം കേട്ടോ വീട്ടിൽ.